ആറളം ഫാം ആദിവാസി പുനരധിവാസ മേഖലയിൽ കശുവണ്ടി ശേഖരിക്കാൻ പോയ ആദിവാസി ദമ്പതികളായ 80 വയസ്സുള്ള വെള്ളി, 75 വയസ്സുള്ള ഭാര്യ ലീല എന്നിവരെയാണ് ഞായറാഴ്ച വൈകിട്ട് കാട്ടാന ചവിട്ടിക്കൊന്നത്. ബ്ലോക്ക് 13-ൽ കരിക്കൻമുക്ക് അങ്കനവാടി റോഡിനോട് ചേർന്നായിരുന്നു അപകടം. കശുവണ്ടി ശേഖരിച്ച് വിറകുകെട്ടുമായി വീട്ടിലേക്ക് വരുന്ന വഴിയിൽ പ്രദേശത്തെ ആളൊഴിഞ്ഞ വീടിന്റെ പിന്നിലായി നിന്ന കാട്ടാന ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. ഇരുവരും വീട്ടിലെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനം വകുപ്പിനെ നാട്ടുകാർ തടഞ്ഞുവച്ചു. സബ് കളക്ടർ സ്ഥലത്തെത്തിയിട്ടും മൃതദേഹവുമായുള്ള ആംബുലൻസ് കൊണ്ടുപോകാൻ നാട്ടുകാർ അനുവദിച്ചില്ല. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പോലീസ് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം അർദ്ധരാത്രിയോടെയാണ് വെള്ളിയുടെയും ലീലയുടെയും മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനായത്. അതേസമയം ആദിവാസി പുനരധിവാസ മേഖലയായ ആറളം ഫാമിൽ 20ഓളം പേരാണ് ഇതുവരെ കാട്ടാന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. വനാതിർത്തിയിൽ ആന മതിൽ നിർമ്മാണം 2 വർഷം മുൻപ് തുടങ്ങിയെങ്കിലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. വന്യമൃഗശല്യത്തെ തുടർന്ന് 100 കുടുംബങ്ങളാണ് വീടൊഴിഞ്ഞു പോയത്. വിഷയത്തിൽ പ്രതിഷേധിച്ച് ആറളം പഞ്ചായത്തിൽ UDF-ഉം BJP-യും പ്രഖ്യാപിച്ച ഹർത്താൽ തുടരുകയാണ്. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യമായതിനാൽ പോലീസ് സുരക്ഷയും വിന്യസിപ്പിച്ചിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.